ഹലോ എവരിവൺ, കർമ്മ അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ് നോക്കാൻ പോകുന്നത്. ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ പലിശ എന്ന് പറയുന്നത് രണ്ട് ടൈപ്പ് ഉണ്ടെന്ന് നമ്മൾ പഠിച്ചു. എന്തൊക്കെയായിരുന്നു? ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന രണ്ട് ടൈപ്പ് ഉണ്ട്. അതെന്തൊക്കെയായിരുന്നു? ഒന്ന് സിമ്പിൾ ഇൻട്രസ്റ്റും രണ്ട് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്. സിമ്പിൾ ഇൻട്രസ്റ്റിനെ പറ്റി നമ്മൾ പഠിച്ചു, കുറെ ക്വസ്റ്റ്യൻസ് നമ്മൾ സോൾവ് ചെയ്തു. അടുത്ത ടൈപ്പാണ് വരുന്നത് എന്ത്? കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്നുള്ളത്. ഓക്കെ, നമുക്ക് ബേസിക്കലി അതിന്റെ ഡിഫറൻസ് ഒന്നുകൂടെ നോക്കാം. സിമ്പിൾ ഇൻട്രസ്റ്റും കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന്റെ ഡിഫറൻസ് എന്താണെന്ന് നോക്കിയിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് കിടക്കാം. എന്താണ് ഇതിന്റെ ഡിഫറൻസ് വരുന്നത്? സിമ്പിൾ ഇൻട്രസ്റ്റും കോമ്പൗണ്ട് ഇൻട്രസ്റ്റും. ഓക്കെ, ഒരു എക്സാമ്പിൾ എടുത്ത് നോക്കാം. ഓക്കെ, സപ്പോസ് പ്രിൻസിപ്പൽ എന്ന് പറയുന്നത് 10,000 ആണെന്ന് വിചാരിക്കുക, റേറ്റ് 10% വിചാരിക്കുക. അപ്പൊ സിമ്പിൾ ഇൻട്രസ്റ്റ് എത്ര വരും? സിമ്പിൾ ഇൻട്രസ്റ്റ് എത്ര വരും? ഫസ്റ്റ് ഇയറിൽ എത്ര വരും? പറഞ്ഞേ, ഫസ്റ്റ് ഇയറിൽ എത്ര വരും? ഫസ്റ്റ് ഇയറിൽ 10,000ന്റെ 10% എത്ര വരുന്നത്? 1000 രൂപ വരും. സെക്കൻഡ് ഇയറിൽ എത്ര വരും? അന്നേരം 1000 തന്നെ വരും. തേർഡ് ഇയറിൽ എത്ര വരും? അന്നേരം 1000 തന്നെ വരും. അതായത് സിമ്പിൾ ഇൻട്രസ്റ്റിനകത്ത് വളരെ സിമ്പിൾ ആണ്, അത് പ്രിൻസിപ്പലിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, യൂണിഫോംലി കാൽക്കുലേറ്റ് ആണ്, ഓരോ വർഷം സെയിം തന്നെ ആയിരിക്കും. ഈ സെയിം കേസിൽ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആകുവാണ് എന്ത് സംഭവിക്കുന്നത്? കോമ്പൗണ്ട് ഇൻട്രസ്റ്റിലാണെങ്കിൽ എന്ത് സംഭവിക്കുന്നത്? ഫസ്റ്റ് ഇയറിൽ സിമ്പിൾ ഇൻട്രസ്റ്റും കോമ്പൗണ്ട് ഇൻട്രസ്റ്റും എന്താണ്? സെയിം തന്നെയാണ്. അപ്പൊ അതിന് വ്യത്യാസമൊന്നുമില്ല. 10% ഓഫ് 10,000 1000 തന്നെ വന്നു. സെക്കൻഡ് ഇയറിൽ എന്താ സംഭവിക്കുന്നത്? സെക്കൻഡ് ഇയറിൽ ഫസ്റ്റ് ഇയറിലെ എമൗണ്ട് എന്ന് പറഞ്ഞാൽ എത്ര വരും? പ്രിൻസിപ്പല് 10,000, ഇൻട്രസ്റ്റ് 1000. അപ്പൊ എത്ര എമൗണ്ട് എത്ര വരും? 10,000 പ്ലസ് 1000 11,000 എന്ന് വരും. അപ്പൊ ഫസ്റ്റ് ഇയറിലെ എമൗണ്ട് എന്ന് പറയുന്നതായിരിക്കും സെക്കൻഡ് ഇയറിലെ പ്രിൻസിപ്പൽ എന്ന് പറയുന്നത്. അപ്പൊ എന്ത് വരും? 11,000 ആയി പുതിയ പ്രിൻസിപ്പൽ എന്ന് പറയുന്നത്. അതിന്റെ 10%, അതിന്റെ 10% ആകുമ്പോൾ 1,100 എന്ന് വരും. 1,100 എന്ന് വരും. ഓക്കെ, തേർഡ് ഇയറിലേക്ക് പോകുമ്പോൾ എന്ത് സംഭവിക്കും? തേർഡ് ഇയറിലേക്ക് പോകുമ്പോൾ പ്രിൻസിപ്പൽ 11,000 ആയിരുന്നു, ഇൻട്രസ്റ്റ് 1,100 ആയി. അപ്പൊ പ്രിൻസിപ്പൽ വീണ്ടും ഇൻട്രസ്റ്റ് വീണ്ടും പ്രിൻസിപ്പലിലേക്ക് ആഡ് ആയി. അപ്പൊ പുതിയ പ്രിൻസിപ്പൽ എന്തായി? 11,000 പ്ലസ് 1,100. അപ്പൊ എത്ര വരും? 12,100 എന്ന് വരും. ഓക്കെ, അതായത് സെക്കൻഡ് ഇയർ കഴിയുമ്പോൾ ഉള്ള എമൗണ്ട് എന്ന് പറയുന്നതായിരിക്കും എന്ത്? തേർഡ് ഇയറിലെ പ്രിൻസിപ്പൽ എന്ന് പറയുന്നത്. പ്രിൻസിപ്പൽ എത്രയായി? 12,100 ആയി. അതിന്റെ 10% എടുത്തു. അപ്പൊ എത്ര വരും? 1,210 എന്ന് വരും. ഓക്കെ, അപ്പൊ ഇങ്ങനെ പോകും. അപ്പൊ ഇതിന്റെ വ്യത്യാസം എന്താ വരുന്നത്? സിമ്പിൾ ഇൻട്രസ്റ്റ് എല്ലാ വർഷവും സെയിം തന്നെയാണ്, യൂണിഫോംലി ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. പക്ഷെങ്കിലോ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന്റെ കേസ് വരുമ്പോഴോ, കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന്റെ കേസ് വരുന്നോണ്ടേ ഓരോ വർഷത്തെ എമൗണ്ട് ആയിരിക്കും അടുത്ത വർഷത്തെ പ്രിൻസിപ്പൽ. ഫസ്റ്റ് ഇയറിലെ എമൗണ്ട് ആയിരിക്കും എന്ത്? അടുത്ത വർഷത്തെ സെക്കൻഡ് ഇയറിലെ പ്രിൻസിപ്പൽ. അപ്പൊ എത്ര? 10,000 1000 11,000 ആയിരിക്കും അടുത്ത വർഷത്തെ പ്രിൻസിപ്പൽ എന്ന് പറയും. ഓക്കെ, അന്നേരം നമുക്ക് 1,100 ഇൻട്രസ്റ്റ് കിട്ടി സെക്കൻഡ് ഇയറിൽ. ഇപ്പൊ പ്രിൻസിപ്പൽ 11,000 ആയിരുന്നു. അപ്പൊ അതും ഇൻട്രസ്റ്റോടെ കൂട്ടി കഴിയുമ്പോൾ എത്രയും 12,100 എന്ന് കിട്ടി പുതിയ പ്രിൻസിപ്പൽ അടുത്ത വർഷത്തേക്കുള്ള. അതിന്റെ 10% ആയിരിക്കും വീണ്ടും വരുന്നത്. അപ്പൊ അങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇതാണ് വളരെ പവർഫുൾ ആയിട്ടുള്ള കോമ്പൗണ്ടിങ് എന്ന് പറയുന്നത്. വളരെ പവർഫുൾ ആണ്. ഓക്കെ, ഇത്രയും ക്ലിയർ ആയല്ലോ? ഓക്കെ അല്ലേ? ഓക്കെ, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ 4 മെത്തേഡുകൾ പഠിക്കും. 4 മെത്തേഡുകൾ. ഓക്കെ, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ 4 മെത്തേഡുകൾ പഠിക്കും. ഒന്ന് ഫോർമുല മെത്തേഡ്, ഒന്ന് എഫക്റ്റീവ് റേറ്റ് പെർസെന്റേജ് മെത്തേഡ്, പാസ്കൽസ് ട്രയാങ്കിൾ, ഇൻവേർട്ടഡ് ട്രീ മെത്തേഡ്. ഓക്കെ, 4 മെത്തേഡുകൾ നമ്മൾ പഠിക്കും. എന്തിനാണ് അത് പഠിക്കുന്നത്, എന്തൊക്കെയാണ് വരുന്നത് എന്നുള്ളത് നമുക്ക് കുറച്ച് കഴിയുമ്പോൾ നോക്കാം. ഓക്കെ, ഇപ്പൊ 4 മെത്തേഡാണ് ഉള്ളത്. ഇപ്പൊ മനസ്സിലാക്കി വെക്കുക. ഫോർമുല മെത്തേഡ്, എഫക്റ്റീവ് റേറ്റ് പെർസെന്റേജ്, പാസ്കൽസ് ട്രയാങ്കിൾ, ഇൻവേർട്ടഡ് ട്രീ. ഓക്കെ, ഫോർമുല മെത്തേഡ് എങ്ങനെയായിരുന്നു? നമുക്ക് സിമ്പിൾ ഇൻട്രസ്റ്റിന്റെ കേസിലെ ഫോർമുല എന്തായിരുന്നു? സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ഡയറക്ട്ലി നമുക്ക് കണ്ടുപിടിക്കുക. എന്താണ്? PRT/100 ഡയറക്റ്റ് കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ RT% ഓഫ് P. പക്ഷെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന് നമുക്ക് ഡയറക്ട്ലി ഒരു ഫോർമുല ഇല്ല. സിമ്പിൾ ഇൻട്രസ്റ്റിന്റെ കേസിൽ എമൗണ്ട് എങ്ങനെയായിരുന്നു കണ്ടുപിടിക്കുന്നത്? എമൗണ്ട് P പ്ലസ് SI ആയിരുന്നു. എന്ത് വന്നു? P × 1 + RT/100 എന്നായിരുന്നു. ഇങ്ങനെയായിരുന്നു നമുക്ക് കിട്ടുന്നത്, അല്ലേ? ഇവിടെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന്റെ കേസിൽ സിമ്പിൾ ഇൻട്രസ്റ്റ് പോലെ PRT/100 എന്ന് പറഞ്ഞൊരു ഫോർമുലയില്ല. അതിന് പകരം എമൗണ്ടിന് ഒരു ഫോർമുലയുണ്ട്. എമൗണ്ടിന് P × 1 + R/100 ഓക്കെ. ഇപ്പൊ പല ടെക്സ്റ്റ് ബുക്കുകൾ റെഫർ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ T-എന്നോ N-എന്നോ ഒക്കെ വരും. അത് നോക്കണ്ട, ജസ്റ്റ് നമ്മൾ പഠിച്ചേക്കുന്ന ടേംസ് തന്നെ നോക്കുക. ഓക്കെ, അത് കൺഫ്യൂഷൻ ഒന്നും വേണ്ട. പല ടെക്സ്റ്റ് ബുക്കിൽ പല ടേംസ് ആയിരിക്കും വരുന്നത്. ഓക്കെ, പല ഡിനോട്ട് ഇപ്പൊ T-ക്ക് വരെ N എന്നൊക്കെ കാണാം. ഓക്കെ, സംഭവം മനസ്സിലാക്കി വെച്ചിരുന്നാൽ മതി എവിടെയൊക്കെ എന്താ വരുന്നത് എന്നുള്ളത്. ഓക്കെ, അപ്പൊ എമൗണ്ട് എന്ന് പറയുന്നതിന് ഫോർമുല എന്ന് പറഞ്ഞാൽ P × 1 + R/100 ആണ്. ഓക്കെ, ഫോർമുല എന്ന് പറയുന്നത്. എമൗണ്ട് അറിയാവുന്നുണ്ടെങ്കിൽ നമുക്ക് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാം. ഈ എമൗണ്ട് മൈനസ് എന്ത് ചെയ്താൽ മതി? പ്രിൻസിപ്പൽ ചെയ്താൽ മതി. അപ്പൊ ഫോർമുല വെച്ച് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? അതായത് എമൗണ്ട് കണ്ടുപിടിക്കുക, അതിൽ നിന്ന് പ്രിൻസിപ്പൽ കുറയ്ക്കുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടും?
കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കിട്ടും. അപ്പൊ അതാണ് നമ്മുടെ ഫോർമുല മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ഉള്ളത് എഫക്റ്റീവ് റേറ്റ് പെർസെന്റേജ് മെത്തേഡ് ആണ്. എഫക്റ്റീവ് റേറ്റ് പെർസെന്റേജ് എന്ന് പറയുന്നത് എങ്ങനെ കണ്ടുപിടിക്കാം? നമ്മൾ ഈ എഫക്റ്റീവ് റേറ്റ് പെർസെന്റേജ് മെത്തേഡ് യൂസ് ചെയ്യുന്നത് ടൈം, നമുക്ക് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കുന്ന ടൈം 2 years ആണെങ്കിലാണ്. ഓക്കെ, ഇപ്പൊ ടൈം 1 year ആണെന്നുണ്ടെങ്കിൽ സിമ്പിൾ ഇൻട്രസ്റ്റും കോമ്പൗണ്ട് ഇൻട്രസ്റ്റും സെയിം തന്നെയാണ്, ഡയറക്ട്ലി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ടൈം 2 year ആണെന്നുണ്ടെങ്കിൽ നമ്മൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് ഉപയോഗിക്കും? എഫക്റ്റീവ് റേറ്റ് പെർസെന്റേജ്. അതാണ് ഏറ്റവും ഈസി മെത്തേഡ്, എഫക്റ്റീവ് റേറ്റ് പെർസെന്റേജ്. എഫക്റ്റീവ് റേറ്റ് പെർസെന്റേജ് എങ്ങനെ കണ്ടുപിടിക്കുന്നത്? A+B+AB/100% ആണ്. ഇത് നമ്മൾ പലയിടത്ത് അപ്ലൈ ചെയ്തിട്ടുണ്ട്. A+B+AB/100%. അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്താണ് ഇത്, വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഷോർട്ട് കട്ട് ട്രിക്ക് ആണ്. അപ്പൊ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാൻ ഇത് നമുക്ക് അപ്ലൈ ചെയ്യാം, A+B+AB/100%. ഓക്കെ, അപ്പൊ A എന്ന് പറയുന്നത് ഫസ്റ്റ് ഇയറിലെ റേറ്റും ബി എന്ന് പറയുന്നത് സെക്കൻഡ് ഇയറിലെ റേറ്റ് വരും. ഓക്കെ, റേറ്റ് പെർസെന്റേജ് വരും. ഇപ്പൊ 2 വർഷം സെയിം തന്നെയാണ് റേറ്റ് പെർസെന്റേജ് എങ്കിൽ രണ്ടിനും സെയിം വാല്യൂ കൊടുക്കും. ഇപ്പൊ 10 ആണ്, 2 yearsലേക്ക് 10 ആണെങ്കിൽ 10 + 10 + 10 × 10/100 എന്ന് വരും. ഫസ്റ്റ് ഇയറിൽ 10 സെക്കൻഡ് ഇയറിൽ 5 ആണെങ്കിൽ എന്ത് വരും? 10 + 5 + 10 × 5/100 എന്ന് വരും. എഫക്റ്റീവ് റേറ്റ് പെർസെന്റേജ് എന്ന് പറഞ്ഞാൽ എന്താ? A+B+AB/100% ആണ്. അത് വെച്ചിട്ട് നമ്മൾ എന്തൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു? പെർസെന്റേജ് പഠിച്ച സമയത്തൊക്കെ ഒരു വാല്യൂ A% ചേഞ്ച് ചെയ്തു, പിന്നെ B% ചേഞ്ച് ചെയ്തു. അപ്പൊ നെറ്റ് എഫക്ട് എന്താണ്? A+B+AB/100%. ഏരിയയുടെ കേസിൽ ലെങ്ത് ഇത്ര ചേഞ്ച് ചെയ്തു, ബ്രെഡ്ത്ത് ഇത്ര ചേഞ്ച് ചെയ്തു, അപ്പൊ ഏരിയയിൽ എന്ത് ചേഞ്ച് വന്നു? അപ്പൊ A+B+AB/100%. അവിടെയൊക്കെ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. അതേപോലെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന്റെ കേസിൽ എഫക്റ്റീവ് റേറ്റ് പെർസെന്റേജ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യാം? A+B+AB/100%. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് അപ്പൊ എന്തായിരിക്കും? കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് എഫക്റ്റീവ് റേറ്റ് പെർസെന്റേജ് ഓഫ് പി ആയിരിക്കും. എഫക്റ്റീവ് റേറ്റ് പെർസെന്റേജ് ഓഫ് പി ആയിരിക്കും. ഓക്കെ, സിമ്പിൾ ഇൻട്രസ്റ്റ് എന്തായിരുന്നു? സിമ്പിൾ ഇൻട്രസ്റ്റ് RT% ഓഫ് പി ആയിരിക്കും. സിമ്പിൾ ഇൻട്രസ്റ്റ് RT% ഓഫ് പി ആണെങ്കിൽ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് എഫക്റ്റീവ് റേറ്റ് പെർസെന്റേജ് ഓഫ് പി ആണ്. എഫക്റ്റീവ് റേറ്റ് പെർസെന്റേജ് എന്ന് പറയുന്നത് A+B+AB/100% ആണ്. എയും ബിയും എന്താ? ഓരോരോ വർഷത്തെ റേറ്റ് പെർസെന്റേജ് ആണ്. ഓക്കെ, ഇപ്പൊ 2 years വരെ ആണെങ്കിലാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? എഫക്റ്റീവ് റേറ്റ് പെർസെന്റേജ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, 3 year അതിനെ മേളിലോട്ടോ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ യൂസ് ചെയ്യുന്നത്? പാസ്കൽസ് ട്രയാങ്കിൾ ആണ് യൂസ് ചെയ്യുന്നത്. ഇൻവെർട്ടഡ് ട്രീ യൂസ് ചെയ്യുന്നത് എന്തിനാ നമ്മൾ പഠിക്കുന്നത്? നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മൾ കൺസെപ്റ്റ് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇൻവെർട്ടഡ് ട്രീ പഠിക്കുന്നത്. അതേപോലെ എന്താ എവിടെയൊക്കെയാണ് വരുന്നത് എന്നുള്ളത് ഇപ്പൊ ഞാനത് പറയുന്നില്ല. എന്താ എവിടെയൊക്കെയാണ് കറക്റ്റ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ ഇൻവെർട്ടഡ് ട്രീ യൂസ്ഫുൾ ആണ്. അതിനുവേണ്ടിയാണ് അത് പഠിപ്പിക്കുന്നത്. 3 അല്ലെങ്കിൽ 3 or more years ആണ് വരുന്നതെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് പാസ്കൽസ് ട്രയാങ്കിൾ. അത് നമ്മൾ പിന്നെ പഠിക്കും. എഫക്റ്റീവ് റേറ്റ് പെർസെന്റേജ് നമ്മൾ പഠിച്ചു, A+B+AB/100% ആണ്. അത് 2 years ആണെങ്കിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. നമുക്ക് അതല്ലാത്ത ഡൗട്ട് എന്തെങ്കിലും വരുന്ന കേസിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫോർമുല വെച്ചും ചെയ്യാം. ഫോർമുല നമ്മൾ മാക്സിമം യൂസ് ചെയ്യാറില്ല, കാര്യം അത് പവർ ഒക്കെ എടുത്ത് കുറച്ചുകൂടെ ലെങ്തിയാണ്. അതിലും എളുപ്പം 2 years ആണെങ്കിൽ എഫക്റ്റീവ് റേറ്റ് പെർസെന്റേജ്, 3 year അല്ലെങ്കിൽ അതിൽ കൂടുതലാണെങ്കിൽ പാസ്കൽസ് ട്രയാങ്കിൾ. ഇത് രണ്ടുമായിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇൻവെർട്ടഡ് ട്രീ പഠിക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ കൺസെപ്റ്റ് നന്നായിട്ട് മനസ്സിലാക്കാൻ, ചില കാര്യങ്ങൾ അതിനകത്ത് വ്യക്തമാക്കി തരാൻ വേണ്ടിയിട്ടാണ് ഇൻവെർട്ടഡ് ട്രീ പഠിപ്പിക്കുന്നത്. ഫോർമുല ജനറൽ ആയിട്ടുള്ള ഒരു അപ്രോച്ച്, ഡയറക്ട് ഫോർമുല ഇല്ല. എമൗണ്ടിന്റെ ഫോർമുല P × 1 + R/100⁻T മൈനസ് പ്രിൻസിപ്പൽ ചെയ്യുന്ന കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കിട്ടും. ഓക്കെ, ഇത്രയും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. സിമ്പിൾ ഇൻട്രസ്റ്റ് എന്താണ്? സിമ്പിൾ ഇൻട്രസ്റ്റിന്റെ ഫോർമുല എന്താണ്? കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന് ഡയറക്ട് ഫോർമുല ഇല്ല. എമൗണ്ടിന്റെ ഫോർമുല എമൗണ്ട് മൈനസ് പ്രിൻസിപ്പൽ ചെയ്യുന്നതിന് നമുക്ക് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കിട്ടും. ഓക്കെ, എഫക്റ്റീവ് റേറ്റ് പെർസെന്റേജ് എങ്ങനെയാണെന്നുള്ളത് പഠിച്ചു. പിന്നെ 4 മെത്തേഡ്സ് ആണെന്നും പഠിച്ചു. ഓക്കെ, ഇനി നമുക്ക് വരുന്നതാണ് നമുക്ക് എക്സാമ്പിൾ. ഇപ്പൊ നമുക്ക് കോമ്പൗണ്ടഡ് ആനുവലി, കോമ്പൗണ്ടഡ് ഹാഫ് ഇയർലി, കോമ്പൗണ്ടഡ് ക്വാർട്ടർലി അങ്ങനെയൊക്കെ പറഞ്ഞു വരും. ഓക്കെ, ജനറൽ ആയിട്ടുള്ള എമൗണ്ടിന്റെ ഇക്വേഷൻ എന്തായിരുന്നു? P × 1 + R/100⁻T. ഇത് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ കോമ്പൗണ്ടഡ് ആനുവലി എന്ന് പറയുമ്പോഴാണ്. കോമ്പൗണ്ടഡ് ആനുവലി, അത് നോട്ട് ചെയ്ത് വെച്ചോ. കോമ്പൗണ്ടഡ് ആനുവലി ഇത് എല്ലാ വർഷവും കഴിയുമ്പോൾ ഉള്ള ഇൻട്രസ്റ്റ് നമ്മൾ പ്രിൻസിപ്പലിനോട് ആഡ് ചെയ്ത് പുതിയ ആ ഒരു എമൗണ്ട് കിട്ടി. ആ എമൗണ്ട് ആയിരിക്കും അടുത്ത വർഷത്തെ പ്രിൻസിപ്പൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന്റെ കേസിൽ ഇൻട്രസ്റ്റും പ്രിൻസിപ്പലിനെ ഡിപെൻഡ് ചെയ്തിരിക്കും. ഓക്കെ, സിമ്പിൾ ഇൻട്രസ്റ്റിന്റെ കേസിലോ പ്രിൻസിപ്പലിനെ മാത്രമേ ഡിപെൻഡ് ചെയ്തിരിക്കത്തുള്ളൂ. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആകുന്ന പ്രിൻസിപ്പൽ പ്ലസ് ഇൻട്രസ്റ്റിനെ ഡിപെൻഡ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പൊ കോമ്പൗണ്ട് ആനുവലി എന്ന് പറഞ്ഞാൽ ഒരു വർഷം കഴിഞ്ഞു അപ്പൊ കിട്ടുന്ന ഇൻട്രസ്റ്റ് പ്രിൻസിപ്പലിനോട്ട് ആഡ് ചെയ്തു, അതായിരിക്കും അടുത്ത വർഷത്തെ പ്രിൻസിപ്പൽ എന്ന് പറയുന്നത്. ഓക്കെ, ആ വർഷം അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തൊരു ഇൻട്രസ്റ്റ് കിട്ടി. ആ ഇൻട്രസ്റ്റ് അപ്പോഴത്തെ പ്രിൻസിപ്പലോട് ആഡ് ചെയ്ത് പുതിയ പ്രിൻസിപ്പൽ അടുത്ത വർഷത്തേക്ക് കിട്ടി. അങ്ങനെ 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 പോകും. അപ്പൊ ഓരോ വർഷം കഴിയുമ്പോഴാണ് എന്ത് നമ്മൾ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓരോ വർഷം കഴിയുമ്പോഴാണ് നമ്മൾ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതിനാണ് കോമ്പൗണ്ടഡ് ആനുവലി എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ നമുക്ക് കോമ്പൗണ്ടഡ് ഹാഫ് ഇയർലി എന്നാണ് ക്വസ്റ്റ്യൻ എങ്കിൽ, കോമ്പൗണ്ടഡ് ഹാഫ് ഇയർലി എന്നാണ് ക്വസ്റ്റ്യൻ എങ്കിൽ എന്താണ് വ്യത്യാസം വരുന്നത്? കോമ്പൗണ്ടഡ് ഹാഫ് ഇയർലി എന്ത് വ്യത്യാസം വരുന്നത്? കോമ്പൗണ്ടഡ് ഹാഫ് ഇയർലി എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താ? 6 മാസം കൂടുമ്പോഴാണ് കോമ്പൗണ്ട് ചെയ്തത്. അപ്പൊ 6 മാസം കഴിയുമ്പോൾ
ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യും, 6 മാസത്തെ ഇൻട്രസ്റ്റ്. അത് പ്രിൻസിപ്പലിനോട് ആഡ് ചെയ്യും, പുതിയ പ്രിൻസിപ്പൽ ആകും അടുത്ത 6 മാസത്തേക്ക്. അടുത്ത 6 മാസത്തേക്ക് ആ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യും, പ്രിൻസിപ്പലോട് ആഡ് ചെയ്യും, പുതിയ പ്രിൻസിപ്പൽ ആകും അടുത്ത 6 മാസത്തേക്ക്. 6 മാസം കൂടുമ്പോഴാണ് എന്ത് കോമ്പൗണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഫോർമുല എന്ത് വരും? എമൗണ്ടിന്റെ P × 1 റേറ്റ് എന്ന് പറയുന്ന 6% പറയാനാ, ഒരു വർഷത്തെ റേറ്റ് ആണ്. അപ്പൊ 6 മാസത്തെ എടുക്കുന്ന നമ്മൾ എന്ത് ചെയ്യും? റേറ്റിനെ നമ്മൾ പകുതിയാക്കും, 6/2 ആക്കും. ടൈമിനെ നമ്മൾ എന്ത് ചെയ്യും? 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയും ചെയ്യും. മനസ്സിലായോ? അതായത് ഒരു വർഷത്തിൽ നമ്മൾ 2 പ്രാവശ്യം കോമ്പൗണ്ട് ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ് ടൈമിനെ 2 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്ത്. റേറ്റ് 6 മാസത്തെ മതി, അപ്പൊ റേറ്റിനെ നമ്മൾ പകുതിയാക്കി. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ കോമ്പൗണ്ടഡ് ക്വാർട്ടർലിയുടെ എന്ന് പറഞ്ഞേ, കോമ്പൗണ്ടഡ് ക്വാർട്ടർലിയുടെ എന്ന് പറഞ്ഞേ എന്ത് വരുമെന്ന്? എമൗണ്ട് എന്ത് വരും? എമൗണ്ട് എന്ന് പറയുന്നത് P × 1 ക്വാർട്ടർലി എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാം 3 മാസം കൂടുമ്പോഴാണ് ചെയ്യുന്നത്. ഒരു വർഷം എത്ര പ്രാവശ്യം ചെയ്യണം? 4 പ്രാവശ്യം ചെയ്യണം. ഓക്കെ, ഇപ്പൊ ടൈം നമുക്കറിയാം എന്താണ്? 4 പ്രാവശ്യം ചെയ്യണം. ടൈം × 4 ചെയ്യണം. ഓക്കെ, റേറ്റ് എന്താകും? ഒരു വർഷത്തെയാണ് 6, അപ്പം 3 മാസത്തെ ആകുമ്പോൾ /4 ചെയ്യണം. അപ്പൊ /4 ചെയ്യും. ഓക്കെ, ഇപ്പൊ ക്വാർട്ടർലി ആകുമ്പോൾ മനസ്സിലായി. ഓക്കെ, ഇപ്പൊ ചില കേസിൽ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് വരും, ഓരോ വർഷം ഓരോ റേറ്റ് പെർസെന്റേജ് ആണ്. അപ്പൊ നമ്മൾ എങ്ങനെ എഴുതും? P × 1 + R1/100 × 1 + R2/100 × 1 + R3/100. ഓരോ വർഷവും ഓരോ റേറ്റ് പെർസെന്റേജ് ആണെങ്കിൽ ഇങ്ങനെയാണ് നമ്മൾ എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓരോ വർഷം ഓരോ റേറ്റ് പെർസെന്റേജ് ആണെങ്കിൽ അത് നോട്ട് ചെയ്ത് വെച്ചേക്കാം. അപ്പൊ കോമ്പൗണ്ട് ആനുവലി പഠിച്ചു, ക്വാർട്ടർലി പഠിച്ചു, ഹാഫ് ഇയർലി പഠിച്ചു. അതേപോലെ ഓരോ വർഷം ഓരോ റേറ്റ് പെർസെന്റേജ് ആണെങ്കിലും എന്താന്ന് പഠിച്ചു. ഓക്കെ, ഇനി നമുക്ക് ഒരു കാര്യം കൂടെ പഠിക്കാനുണ്ട്. എന്താണ് പഠിക്കാനുള്ളത്? നമുക്ക് ടൈം നമുക്ക് തരുന്നത് ഫ്രാക്ഷനിലാണെങ്കിൽ എന്ത് ചെയ്യും? ടൈം നമുക്ക് തരുന്നത് ഫ്രാക്ഷനിലാണെങ്കിൽ എന്ത് ചെയ്യും? ഫോർ എക്സാമ്പിൾ, കോമ്പൗണ്ടഡ് ആനുവലി തന്നെയാണ്, പക്ഷെ ടൈം എന്ന് പറയുന്നത് 3 2/5 ഇയേഴ്സ് എന്നാണ്. ഒരു എക്സാമ്പിൾ 3 2/5 ഇയേഴ്സ് ആണ്. കോമ്പൗണ്ടഡ് ആനുവലി തന്നെയാണ്. അത് എല്ലാ വർഷം കഴിയുമ്പോൾ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കും, അത് പ്രിൻസിപ്പൽ ആഡ് ചെയ്യും, അത് പുതിയ പ്രിൻസിപ്പൾ അടുത്ത വർഷത്തെ, അങ്ങനെ പോവാം. പക്ഷെ ടൈം ഫ്രാക്ഷനിലാണ് തന്നേക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? എമൗണ്ട് എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യും? P × 1 + R/100 to the power 3 2/5 എന്ന് വരും. അപ്പൊ ഫ്രാക്ഷൻ നമ്മൾ എങ്ങനെ ചെയ്യാൻ പറ്റും? സോൾവ് ചെയ്യാൻ പാടാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ എന്താ ചെയ്യുന്നത് നോക്കിയേ, നമ്മൾ ഇതിനെ സ്പ്ലിറ്റ് ചെയ്യും. P × 1 + R/100 3 ഇയേഴ്സ് വരെ ഒരു കുഴപ്പമില്ല. അപ്പൊ അത് നമ്മൾ എഴുതി × 1 എന്തോ ഉണ്ട്. ഇവിടെ നമുക്ക് ബാക്കി 2/5 ആണ് വരണ്ടേ. ഓക്കെ, 2/5 ആണ് നമുക്ക് അവിടെ വരണ്ടേ. ഓക്കെ, 2/5നെ നമുക്ക് അവിടെ ആ ഫ്രാക്ഷനെ മാറ്റിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അവിടെ 1 ആക്കണം. അപ്പൊ 2/5 എന്നുള്ളതിനെ 1 ആക്കണം, 2/5 ഉള്ളതിനെ 1 ആക്കണം. ഓക്കെ, അപ്പൊ പവർ അവിടെ 1 ആവണം. ഓക്കെ, അപ്പൊ നമുക്ക് റേറ്റിനെ നമുക്ക് എന്ത് അഡ്ജസ്റ്റ് ചെയ്യണം? റേറ്റിനെ നമ്മൾ എന്തായിട്ട് അഡ്ജസ്റ്റ് ചെയ്യണം? റേറ്റിനെ നമ്മൾ എന്ത് ചെയ്തു? റേറ്റ് ഇപ്പൊ 2/5 ഇയറിലേക്ക് മതി. അപ്പൊ നമുക്ക് റേറ്റിനെ നമ്മൾ എന്ത് ചെയ്തു? 2/5 × R എന്ന് പറഞ്ഞു കൊടുത്തു. 2/5 × R. ക്ലിയർ ആയോ? അത് അപ്പൊ നമ്മൾ ഫ്രാക്ഷന് വരുവാണെന്നുണ്ടെങ്കിൽ ആ ഹോൾ നമ്പർ, ആ പാർട്ടിനെ നമ്മൾ കറക്റ്റ് ആയിട്ട് P × 1 + R/100 to the power 3 എന്ന്. ഇപ്പൊ ഇവിടെ 4 ആയിരുന്നെങ്കിൽ ഇവിടെ 4 എന്ന് വന്നേനെ. അതായത് 4 2/5 ആയിരുന്നെങ്കിൽ ഇവിടെ 4 എന്ന് വന്നേനെ. ഓക്കെ, ബാക്കിയുള്ളതിനെ നമ്മൾ ഇവിടെ 2/5 എന്നുള്ളതിനെ മാറ്റി എന്ത് ചെയ്തു? 1 എന്നാക്കി. ഓക്കെ, അപ്പൊ ഇവിടെ എന്ത് ചെയ്തു? റേറ്റിനെ ആ 2/5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അത് കൺഫ്യൂഷൻ ആണെന്നുണ്ടെങ്കിൽ ഓർത്താൽ മതി. നമ്മളിവിടെ ടൈമിനെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, റേറ്റിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്തു. ഓക്കെ, ഇവിടെ 2/5 ആയിരുന്നു മേളിൽ പവർ. അപ്പൊ ഇതിനെ 1 ആക്കണമെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 5/2 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. അപ്പൊ അവിടെ 5/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, റേറ്റിനെ നമ്മൾ 5/2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. 5/2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്താകും? 2/5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന പോലെ ആകും. അങ്ങനെ ആലോചിച്ചാലും മതി. ഓക്കെ, എങ്ങനെ വേണമെങ്കിലും. ഓക്കെ, അപ്പൊ ഇവിടെ 1 ആണോന്നുണ്ടെങ്കിൽ 2/5 1 ആണോന്നുണ്ടെങ്കിൽ 5/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ ഇവിടെ റേറ്റിനെ 5/2 കൊണ്ട് ഡിവൈഡ് ചെയ്യും. 5/2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന പറഞ്ഞാൽ അർത്ഥം എന്താ? 2/5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ റേറ്റ് 2/5 മാത്രം എടുത്താൽ മതി. ശരിക്കും ആലോചിച്ച് നോക്കി, 2/5 ഇയേഴ്സേ ഉള്ളായിരുന്നു, നമ്മളത് 1 ഇയറിലേക്ക് വരെ എക്സ്റ്റെൻഡ് ചെയ്യുവാണ്. പക്ഷെ 1 ഇയറിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുന്ന റേറ്റ് നമുക്ക് എന്താക്കണം? റേറ്റ് ജസ്റ്റ് 2/5 എടുത്താൽ മതി. എന്നാൽ നമുക്ക് ഇൻ എഫക്ട് കറക്റ്റ് സെയിം വരത്തുള്ളൂ. ഓക്കെ, അപ്പൊ കോമ്പൗണ്ടഡ് ആനുവലി നമ്മൾ പഠിച്ചു, കോമ്പൗണ്ടഡ് ഹാഫ് ഇയർലി റേറ്റ് പകുതിയാക്കി, ടൈം ഡബിൾ ചെയ്തു. കോമ്പൗണ്ടഡ് ക്വാർട്ടർലി റേറ്റ് 4 ആയിട്ട് ഡിവൈഡ് ചെയ്ത്, ടൈം 4 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഓരോ വർഷം ഓരോ റേറ്റ് പെർസെന്റ് ആണെങ്കിൽ സ്പ്ലിറ്റ് ചെയ്ത് നമ്മൾ ചെയ്തു. ടൈം ഫ്രാക്ഷനിലാണെങ്കിൽ ഇപ്പൊ 3 2/5 ആണ്, 3 വരെ അതേപോലെ തന്നെ ചെയ്തു. 2/5 ആക്കി 1 തന്നെ ആക്കി ടൈം, റേറ്റിനെ നമ്മൾ 2/5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. ഓക്കെ, അപ്പം അത്രയും കാര്യങ്ങൾ ക്ലിയർ ആയല്ലോ. ഓക്കെ അല്ലേ? ഓക്കെ, അടുത്തത് നമുക്ക് കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന് സ്ഥിരമായിട്ട് ചോദിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസിന്റെ ഷോർട്ട് കട്ട്സ് നോക്കാം. ഓക്കെ, ഷോർട്ട് കട്ട് ട്രിക്സ് നമുക്ക് നോക്കാം. നോട്ട് പോലെ എഴുതിക്കോ. ഡിഫറൻസ് ബിറ്റ്വീൻ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആൻഡ് സിമ്പിൾ ഇൻട്രസ്റ്റ് ഓവർ 2 ഇയേഴ്സ്.
കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന് CIയും സിമ്പിൾ ഇൻട്രസ്റ്റിന് SI എന്ന് എഴുതിയാൽ മതി. ഡിഫറൻസ് ബിറ്റ്വീൻ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആൻഡ് സിമ്പിൾ ഇൻട്രസ്റ്റ് ഓവർ 2 years ഈക്വൽസ് PR² PR²/100². അത് ബൈ ഹാർട്ട് ആയിട്ട് പഠിക്കുക. അത് സ്ഥിരം ചോദിക്കുന്ന ഒരു ക്വസ്റ്റൻ ആണ്. PR²/100². ഓക്കെ. ഡിഫറൻസ് ബിറ്റ്വീൻ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആൻഡ് സിമ്പിൾ ഇൻട്രസ്റ്റ് ഓവർ 3 years. PR²/100² അവിടെ തന്നെ ഉണ്ട്. ഇൻറ്റു R/100+3. ഡിഫറൻസ് ബിറ്റ്വീൻ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആൻഡ് സിമ്പിൾ ഇൻട്രസ്റ്റ് ഓവർ 2 years PR²/100². ഡിഫറൻസ് ബിറ്റ്വീൻ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആൻഡ് സിമ്പിൾ ഇൻട്രസ്റ്റ് ഓവർ 3 years PR²/100² ഇൻറ്റു R/100+3. ഓക്കെ, അത് രണ്ടും പഠിച്ചു വെച്ചേക്കുക. ഞാൻ ഇതിന്റെ താഴെ എഴുതിക്കും. If a certain sum at compound interest becomes x times in T1 years and y times in T2 years, then x to the power 1/T1 equals y to the power 1/T2. Okay, if a certain sum at compound interest becomes x times in T1 years and y times in T2 years, then x to the power 1/T1 equals y to the power 1/T2. Okay, if a certain sum becomes x times of itself, like x times, if a certain sum becomes x times in T years, then rate of interest will be R equal to 100 into x to the power 1/T minus 1. R equal to 100 into x to the power 1/T minus 1. Okay, എന്തൊക്കെയാണ് നമ്മൾ എഴുതിയത്? ഡിഫറൻസ് ബിറ്റ്വീൻ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആൻഡ് സിമ്പിൾ ഇൻട്രസ്റ്റ് ഓവർ 2 years PR²/100² or 3 years PR²/100² into R/100+3. X times I T1 years, y times I T2 years. Compound interest ആണെങ്കിൽ x to the power 1/T1 equals y to the power 1/T2. X times I T years rate of interest എന്താ? 100 into x to the power 1/T minus 1. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ബൈ ഹാർട്ട് ആയിട്ട് പഠിക്കുക. അത് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഈ ഏരിയ. അപ്പം ഇത്രയും ഷോർട്ട് കട്ട്സ് ബൈ ഹാർട്ട് ആയിട്ട് പഠിക്കുക. ഓക്കെ, ഇനി നമ്മൾ അടുത്ത ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കോമ്പൗണ്ട് ഇൻട്രസ്റ്റിലെ ഒരു കൺസെപ്റ്റ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അത് വെച്ചിട്ട് നമുക്ക് കുറെ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാൻ പറ്റും. ഒരു കൺസെപ്റ്റ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അത് വെച്ചിട്ട് നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാൻ പറ്റും. ശ്രദ്ധിച്ചിരിക്കുക. ഓക്കെ, നമുക്ക് ആ ഒരു ഇമ്പോർട്ടന്റ് കൺസെപ്റ്റ് ആണ്. ഓക്കെ, മിസ്സാകരുത്. ഇത് വെച്ചിട്ട് നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ, സപ്പോസ് പ്രിൻസിപ്പൽ എന്ന് പറയുന്നത് 1 ആണെന്ന് വിചാരിക്കുക. റേറ്റ് 100% ആണ്. ഓക്കെ, റേറ്റ് 100% ആണ്. ഫസ്റ്റ് ഇയർ കഴിയുമ്പോൾ എത്രയാകും എമൗണ്ട്? പ്രിൻസിപ്പൽ 1 ആണ്, അതിന്റെ 100% ആണ്. അപ്പൊ 100% എന്ന് പറയുമ്പോൾ 1 തന്നെ വരും. അപ്പൊ 1ഉം 1ഉം കൂടെ ആഡ് ചെയ്യുന്ന എമൗണ്ട് എത്രയാകും? എമൗണ്ട് 2 ആകും. അപ്പൊ ആ എമൗണ്ട് ആണ് അടുത്ത വർഷത്തെ പ്രിൻസിപ്പൽ ആവുന്നത്, അല്ലെ? ഫസ്റ്റ് ഇയർ കഴിയുമ്പോൾ 2 ആയി. ഓക്കെ, ഈ 2 ആണ് അടുത്ത വർഷത്തെ പ്രിൻസിപ്പൽ 2. അതിന്റെ 100% ആണ് ഇൻട്രസ്റ്റ്. അതിന്റെ 100% എന്ന് പറയുമ്പോൾ എന്താവും? വീണ്ടും 2 ആകും ഇൻട്രസ്റ്റ്. അപ്പൊ 2 + 2 4 ആകും. 2 + 2 4 ആകും. ഓക്കെ, ഈ 4 ആണ് അടുത്ത വർഷത്തെ പ്രിൻസിപ്പൽ എന്ന് പറയുന്നത്. അതിന്റെ 100% വീണ്ടും 4 ആയി ഇൻട്രസ്റ്റ്. അപ്പൊ 4 + 4 8 ആയി. 8 അടുത്ത എത്രയായി? 16 ആയി. അങ്ങനെ പോകും. ഓക്കെ, അപ്പൊ അത് ക്ലിയർ ആയോ? പ്രിൻസിപ്പൽ 1 ആണ്, റേറ്റ് 100% ആണെങ്കിൽ ഓരോ വർഷം കഴിയുമ്പോഴുള്ള എമൗണ്ട് 2 ആയി, 4 ആയി, 8 ആയി, 16 ആയി. ഇങ്ങനെ ഡബിൾ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുക. ഓക്കെ, ഇത് ക്ലിയർ ആയല്ലോ? ഇത്രയും. ഇവിടെ നോക്കിയേ, പ്രിൻസിപ്പലും എമൗണ്ട് ആഫ്റ്റർ 1 year തമ്മിലുള്ള റേഷ്യോ എന്ത് കിട്ടും? പ്രിൻസിപ്പൽ എമൗണ്ട് ആഫ്റ്റർ 1 year എന്ത് കിട്ടും? 1:2 എന്ന് കിട്ടും. എമൗണ്ട് ആഫ്റ്റർ 1 yearഉം എമൗണ്ട് ആഫ്റ്റർ 2nd yearഉം റേഷ്യോ എന്ത് കിട്ടും? 1:2 എന്ന് കിട്ടും. എമൗണ്ട് ആഫ്റ്റർ 2 yearഉം എമൗണ്ട് ആഫ്റ്റർ 3 year തമ്മിലുള്ള റേഷ്യോ എന്ത് കിട്ടും? 1:2 എന്ന് കിട്ടും. എമൗണ്ട് ആഫ്റ്റർ 3 yearഉം എമൗണ്ട് ആഫ്റ്റർ 4 years തമ്മിലുള്ള റേഷ്യോ എന്ത് കിട്ടും? അത് 1:2 എന്ന് കിട്ടും. ഓക്കെ, അതായത് 1 yearന്റെ ഗ്യാപ്പിലുള്ള റേഷ്യോസ് എല്ലാം എന്താണ്? സെയിം ആണ്. 1:2 എന്ന് കിട്ടും. ക്ലിയർ ആയോ അത്? ഓക്കെ, അപ്പൊ പ്രിൻസിപ്പൽ 1 ആണ്, എമൗണ്ട് ആഫ്റ്റർ 1 year 2 ആയി, എമൗണ്ട് ആഫ്റ്റർ 2 years 4 ആയി, എമൗണ്ട് ആഫ്റ്റർ 3 years 8 ആയി, എമൗണ്ട് ആഫ്റ്റർ 4 years 16 ആയി. പക്ഷെ 1 yearന്റെ ഗ്യാപ്പിലുള്ള റേഷ്യോസ് എല്ലാം എന്താണ്? സെയിം തന്നെയാണ്. 1:2 ആണ് വരുന്ന കേസിൽ. അപ്പൊ ജനറൽ ആയിട്ട് പറഞ്ഞാൽ 1 yearലെ ഗ്യാപ്പിലുള്ള റേഷ്യോസ് എല്ലാം സെയിം ആണെന്ന് ഓർത്ത് വെച്ചേക്കുക. അപ്പൊ 1 year ഗ്യാപ്പിലുള്ള
റേഷ്യോസ് എല്ലാം എന്താണ് സെയിം ആയിരിക്കും വരുന്നത്. ഓക്കെ, ഇനി നോക്കിയേ 2 ഇയർ ഗ്യാപ്പിൽ നോക്കിയേ പ്രിൻസിപ്പൽ 1 ആണ്. 2 ഇയറിലെ 1 2 ഇയർ കഴിയുമ്പോൾ എത്രയായി? അത് 4 ആയി. അപ്പൊ റേഷ്യോ എത്രയാ? 1:4 ആണ്. 2 ഇയറിലെ 4 ആയിരുന്നു, 4th ഇയറിലെ 16 ആണ്. 4ഉം 16ഉം റേഷ്യോ എത്രയാ? 1:4 ആണ്. 1:4 ആണ്. ഓക്കെ, അപ്പൊ ഇനി നോക്കിയേ ഫസ്റ്റും തേർഡും റേഷ്യോ എത്രയാ? അന്നേരം 1:4 ആണ്. അപ്പം 1 ഇയർ റേഷ്യോസ് എല്ലാം സെയിം ആണ്, 2 ഇയർ റേഷ്യോസ് എല്ലാം സെയിം ആണ്. ഇവിടെ 1:4 ആണ്. ഇവിടെ ഈ ഒരു എക്സാമ്പിൾ 1:4 ആണ് വന്നേക്കുന്നത്, അതും സെയിം ആണ്. അടുത്ത 3 ഇയർ റേഷ്യോസ് നോക്കി, പി എടുത്തു, പിയും തേർഡ് ഇയറിലും 1ഉം 8ഉം ആയിരുന്നു. അപ്പൊ 1:8 എന്ന് വരും. ഓക്കെ, ഫസ്റ്റ് ഇയറിലെ എമൗണ്ടും 4th ഇയറിലെ നോക്കി 2ഉം 16ഉം. അന്നേരം എന്താണ് വരുന്നത്? 1:8 എന്നാണ് വരുന്നത്. 1:8 എന്നാണ് വരുന്നത്. അപ്പൊ 3 ഇയർ റേഷ്യോസും എന്താണ് വരുന്നത്? സെയിം തന്നെയാണ് വരുന്നത്. അപ്പൊ നമ്മൾ എന്ത് പഠിച്ചു? 1 ഇയർ റേഷ്യോസ് എല്ലാം സെയിം ആണ്, 2 ഇയറിലെ റേഷ്യോസ് എല്ലാം സെയിം ആണ്, 3 ഇയറിലെ റേഷ്യോസ് എല്ലാം സെയിം ആണ്, 4 ഇയറിലെ റേഷ്യോസ് സെയിം ആയിരിക്കും. അങ്ങനെ 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 പോകും. ഓക്കെ, വേറെ എന്ത് മനസ്സിലായി ഇതിന്ന്? ഓക്കെ, ഇവിടെ നോക്കിയാൽ 1:2 1:2 1:2 ആണ്. ഇത് 1 ഇയറിലെ റേഷ്യോ ആണ്, 1 ഇയറിലെ റേഷ്യോ ആണ്. ഇതോ 2 ഇയറിലെ റേഷ്യോ ആണ്, ഇത് 3 ഇയറിലെ റേഷ്യോ ആണ്. ഓക്കെ, ഇതിന് എന്തെങ്കിലും റിലേഷൻ പറയാൻ പറ്റുമോ? 1 ഇയർ റേഷ്യോ എന്ന് പറയുന്നത് സ്ക്വയർ റൂട്ട് ഓഫ് 2 ഇയർ റേഷ്യോ അല്ലേ? നോക്കിയേ, 1:4ന്റെ സ്ക്വയർ റൂട്ട്, 1ന്റെ സ്ക്വയർ റൂട്ട് 1, 4ന്റെ സ്ക്വയർ റൂട്ട് 2. ഇതിന്റെ സ്ക്വയർ റൂട്ട് അല്ലേ ഇത്? 2 ഇയർ റേഷ്യോന്റെ സ്ക്വയർ റൂട്ട് ആണ് എന്ത്? 1 ഇയർ റേഷ്യോ. അതേപോലെ 1 ഇയർ റേഷ്യോ എന്ന് പറയുന്നത് ക്യൂബിക് റൂട്ട് ഓഫ് 3 ഇയർ റേഷ്യോ അല്ലേ? നോക്കിയേ 1:8ന്റെ ക്യൂബിക് റൂട്ട്, ഇതിന്റെ ക്യൂബിക് റൂട്ട് 1, ഇതിന്റെ ക്യൂബിക് റൂട്ട് 2. അപ്പൊ 1 ഇയർ റേഷ്യോ എന്ന് പറയുന്നത് ക്യൂബിക് റൂട്ട് ഓഫ് 3 ഇയർ റേഷ്യോ ആണ്. അപ്പൊ അതും നോട്ട് ചെയ്ത് വെച്ചേക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? പ്രിൻസിപ്പലും എമൗണ്ട് ആഫ്റ്റർ 1 ഇയർ, അതിന്റെ റേഷ്യോ എന്ന് പറയുന്നത് എമൗണ്ട് ആഫ്റ്റർ 1 ഇയർ ടു എമൗണ്ട് ആഫ്റ്റർ 2 ഇയർ, എമൗണ്ട് ആഫ്റ്റർ 2 ഇയർ ടു എമൗണ്ട് ആഫ്റ്റർ 3 ഇയർ. അപ്പൊ 1 ഇയർ ഗ്യാപ്പിലുള്ള റേഷ്യോസ് എല്ലാം എന്താണ്? സെയിം ആണ്. 2 ഇയർ ഗ്യാപ്പിലുള്ള റേഷ്യോസ് എല്ലാം എന്താണ്? സെയിം ആണ്. 3 ഇയർ ഗ്യാപ്പിലുള്ള റേഷ്യോസ് എല്ലാം എന്താണ്? സെയിം ആണ്. 3 ഇയർ റേഷ്യോ അറിയാന്നുണ്ടെങ്കിൽ 1 ഇയർ റേഷ്യോ കണ്ടുപിടിക്കുന്നത് എങ്ങനെ? ക്യൂബിക് റൂട്ട് എടുത്താൽ മതി. 2 ഇയർ റേഷ്യോ അറിയാന്നുണ്ടെങ്കിൽ 1 ഇയർ റേഷ്യോ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? സ്ക്വയർ റൂട്ട് എടുത്താൽ മതി. മനസ്സിലായോ? അപ്പൊ 2 ഇയർ റേഷ്യോയുടെ സ്ക്വയർ റൂട്ട് എടുക്കുമ്പോൾ 1 ഇയർ റേഷ്യോ കിട്ടും. 3 ഇയർ റേഷ്യോയുടെ ക്യൂബ് റൂട്ട് എടുക്കുമ്പോൾ 1 ഇയർ റേഷ്യോ കിട്ടും. 1 ഇയർ റേഷ്യോ എന്തിനാ കിട്ടുന്നത്? ഒരു വർഷം ഗ്യാപ്പിലെ റേഷ്യോ കിട്ടിയാൽ എന്താ നമുക്ക് എളുപ്പം ചെയ്യാൻ പറ്റുന്നത്? 1 ഇയർ റേഷ്യോ കിട്ടിക്കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ 1:2 എന്നാണ് ഇങ്ങനെ കിട്ടുന്നതെങ്കിൽ നമുക്ക് 1 ഇയറിൽ നമുക്ക് അറിയാം എന്താണ്? ഫസ്റ്റ് ഇയറിൽ സിമ്പിൾ ഇൻട്രസ്റ്റും കോമ്പൗണ്ട് ഇൻട്രസ്റ്റും സെയിം തന്നെയാണ്. അപ്പൊ ആ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന പ്രോബ്ലം സിമ്പിൾ ഇൻട്രസ്റ്റ് ആയി, സിമ്പിൾ ആയിട്ട് നമുക്ക് ഇനി സോൾവ് ചെയ്യാം. അതാണ് 1 ഇയർ റേഷ്യോയിലേക്ക് നമ്മൾ എത്തിക്കാൻ നോക്കുന്നത്. അപ്പൊ കൺസെപ്റ്റ് ക്ലിയർ ആയിരിക്കുന്നു. 1 ഇയർ റേഷ്യോ സെയിം ആണ്, 2 ഇയർ റേഷ്യോസ് എല്ലാം സെയിം ആണ്, 3 ഇയർ റേഷ്യോസ് എല്ലാം സെയിം ആണ്. 3 ഇയർ റേഷ്യോയുടെ ക്യൂബിക് റൂട്ട് ആണ് 1 ഇയർ റേഷ്യോ, 2 ഇയർ റേഷ്യോയുടെ സ്ക്വയർ റൂട്ട് ആണ് 1 ഇയർ റേഷ്യോ. അതും പഠിച്ചു. ഓക്കെ, അപ്പൊ 1 ഇയർ റേഷ്യോയിൽ എത്തിക്കുന്നത് എന്തിനാണ്? 1 ഇയർ റേഷ്യോ കിട്ടിക്കഴിഞ്ഞാൽ അതൊരു സിമ്പിൾ ഇൻട്രസ്റ്റിന്റെ ക്വസ്റ്റിനെ നമുക്ക് സിമ്പിൾ ആയിട്ട് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാൻ പറ്റും. ക്വസ്റ്റ്യൻസ് നമുക്ക് സോൾവ് ചെയ്യാം. അപ്പൊ ഈ കൺസെപ്റ്റ് കുറച്ചുകൂടെ ക്ലിയർ ആകും. ഇത്രയും നന്നായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കും. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ വളരെ ഈസി ആയിട്ട് ഈ ഒരു കൺസെപ്റ്റ് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഈ കൺസെപ്റ്റ് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മൾ ഇതുവരെ എന്തൊക്കെയാണ് നോക്കിയേക്കുന്നത്? ഫോർമുല എമൗണ്ട് കണ്ടുപിടിക്കാം. P × 1 + R/100⁻T. എമൗണ്ട് മൈനസ് പ്രിൻസിപ്പൽ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കിട്ടും. കോമ്പൗണ്ട് ആനുവലി, ഹാഫ് ഇയർലി, ക്വാർട്ടർലി, ടൈം ഫ്രാക്ഷൻ ആണ് വരുന്നതൊക്കെ നോക്കി. എഫക്റ്റീവ് റേറ്റ് പെർസെന്റേജ് ഓഫ് പി ആണ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്. അത് വേറൊരു ഫോർമുല, വേറൊരു മെത്തേഡിൽ നമ്മൾ കണ്ടുപിടിക്കുന്ന കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എഫക്റ്റീവ് റേറ്റ് പെർസെന്റേജ് ഓഫ് പി. എഫക്റ്റീവ് റേറ്റ് പെർസെന്റേജ് എന്താ? A + B + AB/100% ആണ്. 2 ഇയേഴ്സ് വരെയാണ് നമ്മൾ അത് യൂസ് ചെയ്യുന്നത്. 2 ഇയേഴ്സ് വരെയാണ് ടൈം എങ്കിൽ എഫക്റ്റീവ് റേറ്റ് പെർസെന്റേജ് വെച്ചിട്ട് കണ്ടുപിടിക്കും. ഓക്കെ, പിന്നെ പാസ്കൽസ് ട്രയാങ്കിളും ഇൻവെർട്ടഡ് ട്രീ വേണം, നമ്മൾ പിന്നീട് നോക്കും. പാസ്കൽസ് ട്രയാങ്കിൾ 3 ഇയേഴ്സ് അല്ലെങ്കിൽ കൂടുതൽ വരുമ്പോഴാണ് നോക്കുന്നത്. ഇൻവെർട്ടഡ് ട്രീ നമുക്ക് കൺസെപ്റ്റ് കുറച്ച് ക്ലിയർ ആക്കാനും ഓരോ പർട്ടിക്കുലർ ഡേറ്റ കിട്ടാൻ വേണ്ടിയാണ് നമ്മളത് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇത്രയും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇതിന് നമ്മൾ ഡിഫറൻസ് ബിറ്റ്വീൻ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആൻഡ് സിമ്പിൾ ഇൻട്രസ്റ്റ് ഓവർ 2 ഇയേഴ്സ് എന്തായിരുന്നു? PR² ഓവർ 3 ഇയേഴ്സ് എന്തായിരുന്നു പറഞ്ഞേ? PR² 100² × R/100 + 3. പിന്നെ x ടൈംസ് i T1 ഇയേഴ്സിൽ, y ടൈംസ് i T2 ഇയേഴ്സിൽ, x⁴1/T1 = y⁴1/T2. ഓക്കെ, റേറ്റ് കണ്ടുപിടിക്കുന്നത് x ടൈംസ് i T ഇയേഴ്സിൽ, R = 100 × x⁴1/T - 1. ഓക്കെ, നമ്മൾ അങ്ങനത്തെ കുറെ ടോട്ടൽ ട്രിക്സും പഠിച്ചു. ഇത് നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് സോൾവ് ചെയ്ത് നോക്കാം. അപ്പൊ നമുക്ക് ഇത്രയും പഠിച്ച കാര്യങ്ങൾ കുറച്ചുകൂടെ നന്നായിട്ട് മനസ്സിലാവും. ഓക്കെ, ക്വസ്റ്റ്യൻസിലേക്ക് നമുക്ക് കിടക്കാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. വാട്ട് വുഡ് ബി ദ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഒബ്റ്റെയിൻഡ് ഓൺ ആൻ എമൗണ്ട് ഓഫ് ₹8,000 at the rate of 10% per annum after 2 years? Options 1,680, 1,720, 1,880, 1,990. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എത്രയാണെന്ന് ചോദിച്ചേക്കുന്നത്. 8,000 എന്ന് പറയുന്നത് എന്താ? ഇവിടുത്തെ
പ്രിൻസിപ്പൽ ആണ്. ഓക്കെ, പ്രിൻസിപ്പൽ നമുക്ക് തന്നിട്ടുണ്ട് 8,000 ആണ്. ടൈം തന്നിട്ടുണ്ട് 2 years ആണ്. റേറ്റ് തന്നിട്ടുണ്ട് 10% ആണ്. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ് ചോദിച്ചേക്കുന്നത്. നമ്മൾ ഓൾറെഡി പഠിച്ച് 2 years വരെ ആണെങ്കിൽ എഫക്റ്റീവ് റേറ്റ് പെർസെന്റേജ് ചെയ്യുന്നതാണ് ഏറ്റവും എളുപ്പം. എന്നാലും ഫസ്റ്റ് ക്വസ്റ്റൻ ആയിട്ട് നമുക്ക് ഫോർമുല മെത്തേഡ് ഒന്ന് നോക്കിയേക്കാം. ഓക്കെ, ഫോർമുലക്കകത്ത് നമുക്ക് എന്തറിയാം? എമൗണ്ട് കണ്ടുപിടിക്കാൻ അറിയാം. P × 1 + R/100 to the power T. അപ്പൊ എന്ത് വരും? 8,000 × 1 + റേറ്റ് എന്ന് പറയുന്നത് 10 ആണ്. 10/100 to the power 2 എന്ന് വരും. ഇതെന്ത് വരും? 1/10 എന്ന് വരും. 8,000 × 1 + 1/10 എന്ന് പറയുമ്പോൾ 11/10 ആണ്. 11/10 × 11/10 121 × 80 എന്ന് വരും. 9680 എന്ന് വരും. അപ്പൊ എമൗണ്ട് കിട്ടി 9680 എന്ന്. അപ്പൊ നമുക്ക് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് എമൗണ്ട് മൈനസ് പ്രിൻസിപ്പൽ ആണ്. അപ്പൊ പ്രിൻസിപ്പലോടെ കുറയ്ക്കുമ്പോൾ 1680 എന്ന് കിട്ടും. 1680 എന്ന് കിട്ടും. ഓക്കെ, ഫോർമുല വെച്ച് ചെയ്തു. A = P × 1 + R/100 to the power T. ബാക്കി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സോൾവ് ചെയ്തതാണ്. ഓക്കെ, 2 years വരെയാണെങ്കിൽ 2 years ആണ് നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞത്? എഫക്റ്റീവ് റേറ്റ് പെർസെന്റേജ് വെച്ച് കണ്ടുപിടിക്കുന്നതാണ് ഏറ്റവും എളുപ്പം എന്ന് പറഞ്ഞത്. എഫക്റ്റീവ് റേറ്റ് പെർസെന്റേജ് എന്താ? A + B + AB/100% ആണ്. അപ്പൊ ഇവിടെ 2 വർഷം സെയിം റേറ്റ് പെർസെന്റ് ആണ്. അപ്പൊ 10 + 10 + 10 × 10/100 ആണ്. അപ്പൊ എന്ത് വരും? 21% എന്ന് കിട്ടും. അപ്പം കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 21% ഓഫ് 8,000 എന്ന് കിട്ടും. അപ്പൊ എന്ത് വന്നു? 21 × 8 168 0 എടുക്കും. 1680 എന്ന് വരും. ഓപ്ഷൻ ഏതാ? ഓപ്ഷൻ A 1680 എന്ന് വരും. അപ്പൊ ഏതായിരുന്നു എളുപ്പം? ഇതാണോ ഇതാണോ? എഫക്റ്റീവ് റേറ്റ് പെർസെന്റേജ് വെച്ച് കണ്ടുപിടിക്കാൻ ഏറ്റവും എളുപ്പം. 10% ഒക്കെ ആണെന്ന് നമുക്ക് ഓൾറെഡി ബൈ ഹാർട്ട് ആയിട്ട് അറിയാം. 21% ആണ് എഫക്റ്റീവ് എന്നുള്ളത്. നമ്മൾ കുറെ ക്വസ്റ്റൻ ചെയ്യുമ്പോൾ നമുക്കറിയാം എന്താണ് 10% ആണ് വരുന്നതെങ്കിൽ എഫക്റ്റീവ് റേറ്റ് പെർസെന്റേജ് എത്രയാണ്? 21% ആണ്. 5% ആണെങ്കിൽ 5 + 5 + 5 × 5/100 അപ്പൊ 10.25% ആണ്. അപ്പൊ അങ്ങനെ സ്ഥിരമായിട്ട് വരുന്ന പെർസെന്റേജസിന്റെ എല്ലാം ബൈ ഹാർട്ട് ആയിട്ട് പഠിക്കുക. അപ്പൊ അത് എളുപ്പമാണ് നമുക്ക് എക്സാമിന് വരുന്നുണ്ട്. അപ്പൊ 10% ആണ് സ്ഥിരം വരുന്നത്. അപ്പൊ 21% ആണ്. 21% ഓഫ് 8,000 അപ്പൊ എത്ര കിട്ടും? 1680 എന്ന് കിട്ടും. അപ്പൊ ഈ ഫോർമുല ഇങ്ങനെ വെച്ച് ചെയ്യേണ്ട. എഫക്റ്റീവ് റേറ്റ് പെർസെന്റേജ് ഓഫ് P വെച്ചിട്ട് ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് എഫക്റ്റീവ് റേറ്റ് പെർസെന്റേജ് ഓഫ് P ആണ്. സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് RT% ഓഫ് PU ആണ്. ഓക്കെ, എമൗണ്ടിന്റെ ഫോർമുല ചെയ്തിട്ട് അതിൽ നിന്ന് പ്രിൻസിപ്പല് കുറച്ച് കഴിഞ്ഞാൽ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കിട്ടും. അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. അടുത്ത ക്വസ്റ്റ്യൻ, അറ്റ് വാട്ട് % per annum will ₹3,000 amounts to 3,993 in 3 years if the interest is compounded annually? 9%, 10%, 11%, 13%. നമുക്ക് നല്ല എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ്, കുറച്ച് ക്വസ്റ്റ്യൻ ചെയ്തിട്ടുള്ള ആളാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓപ്ഷനിൽ തന്നെ നേരെ 10% നമുക്ക് എഴുതാൻ പറ്റും. 1993 3 വർഷം കൊണ്ടെന്ന് പറയുന്നത് 10% ആണെന്ന് നമുക്ക് മനസ്സിലാവും. അത് ഇങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് കുറെ ചെയ്യുന്നുണ്ടെന്ന് തന്നെ നമുക്ക് മനസ്സിലാവും അത് 10% ആണെന്നുള്ളത്. ഓക്കെ, എങ്ങനെ ചെയ്യുമോ നമുക്ക് നോക്കാം. നമുക്ക് ഒന്നെങ്കിൽ നമുക്ക് എമൗണ്ടിന്റെ ഇക്വേഷൻ അറിയാം. A = P × 1 + R/100 to the power T ആണെന്നറിയാം. എമൗണ്ട് അറിയാം, P അറിയാം, നമുക്ക് റേറ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്, T അറിയാം. ഇത് വെച്ചിട്ട് നമുക്ക് ചെയ്യാം. അപ്പൊ ഇതൊരു മെത്തേഡ്. ഓക്കെ, എന്ത് നമുക്ക് അറിയത്തില്ലെങ്കിൽ നമുക്ക് ഏറ്റവും ബേസ് ആയിട്ടുള്ള ഒരു ഫോർമുല അറിയാം എമൗണ്ടിന്റെ. അത് വെച്ചിട്ട് കോമ്പൗണ്ട് ഇൻട്രസ്റ്റോ റേറ്റോ എന്ത് വേണമെങ്കിലും നമുക്ക് അൺനോൺ ആയിട്ടുള്ളത് കണ്ടുപിടിക്കാം. അത് ഒരു ജനറൽ മെത്തേഡായിട്ട് എപ്പോഴും ഓർത്ത് വെച്ചേക്കാം. ഓക്കെ, ഇതെല്ലാം നമുക്ക് എന്തറിയാം? നമുക്ക് കൺസെപ്റ്റ് അറിയാം. നമുക്ക് കൺസെപ്റ്റ് പഠിച്ചിട്ടുണ്ട്. എന്താണ്? പ്രിൻസിപ്പൽ ഇസ് ടു എമൗണ്ട് ആഫ്റ്റർ 3 years ആണ്. നമുക്ക് പ്രിൻസിപ്പൽ 3000 ആണ്. എമൗണ്ട് ആഫ്റ്റർ 3 years 3993 ആണെന്നറിയാം. അപ്പൊ ഈ റേഷ്യോ നമുക്കറിയാം. 3000 3993. അപ്പൊ ഇതെന്ത് കിട്ടും? 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1000 = 1331 എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ പ്രിൻസിപ്പലും 3 year കഴിഞ്ഞിട്ടുള്ള എമൗണ്ട് നമുക്കറിയാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പ്രിൻസിപ്പലും 1 year കഴിഞ്ഞിട്ടുള്ള എമൗണ്ടിന്റെ റേഷ്യോ എന്ത് വരും? 3 year റേഷ്യോന്റെ ക്യൂബിക് റൂട്ട് എടുത്താൽ മതി. നമ്മൾ പഠിച്ചാണ് 3 year റേഷ്യോന്റെ ക്യൂബിക് റൂട്ട് എടുത്താൽ 1 year റേഷ്യോ കിട്ടും. 2 year റേഷ്യോന്റെ സ്ക്വയർ റൂട്ട് എടുത്താൽ എന്ത് കിട്ടും? 1 year റേഷ്യോ. അപ്പൊ 3 year റേഷ്യോ ആണ്. ഇതിന്റെ ക്യൂബിക് റൂട്ട് എടുത്തേ. അപ്പൊ എന്ത് കിട്ടി? 10 എന്ന് കിട്ടി. ഇതിന്റെ എന്ത് കിട്ടി? 11 എന്ന് കിട്ടി. 11 ക്യൂബ് ആണ്. 11 സ്ക്വയർ 121, 11 ക്യൂബ് ആണ് 1331. അത് ബൈഹാർട്ട് പഠിക്കുക. അതൊക്കെ കോമൺ ആയിട്ട് വരുന്ന വാല്യൂസ് ആണ്. ഓക്കെ, അപ്പൊ പ്രിൻസിപ്പൽ 10 ആണെങ്കിൽ ഒരു വർഷം കഴിയുമ്പോൾ എമൗണ്ട് എത്രയായി? 11 ആയി. 10 11 ആണെന്നുണ്ടെങ്കിൽ എത്ര ശതമാനമാണ് കൂടിയേക്കുന്നത്? 10% അല്ലേ കൂടിയേക്കുന്നത്. റേറ്റ് പെർസെന്റേജ് എന്ത് കിട്ടി? 10% കിട്ടി. വളരെ ഈസി ആയിട്ട് ഈ ഒറ്റ കൺസെപ്റ്റിൽ നമുക്ക് ആൻസർ കിട്ടി. ഈ ഫോർമുല വെച്ച് ചെയ്യാനാണെങ്കിൽ കുറെ കൂടെ ടൈം എടുത്തേനെ. ഓക്കെ, അപ്പൊ ആ കൺസെപ്റ്റ് ഓർമ്മ വയ്ക്കുക. 3 year റേഷ്യോ അറിയാമെന്നുണ്ടെങ്കിൽ 1 year റേഷ്യോ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ക്യൂബിക് റൂട്ട് എടുത്താൽ മതി. അപ്പം ക്യൂബിക് റൂട്ട് എടുക്കുന്നത് 10:11. അപ്പൊ 1 year കിട്ടുന്നതിന്റെ അഡ്വാൻറ്റേജ് മനസ്സിലായോ? 10 11 ആയി. എത്ര ഇൻക്രീസ് ആയേക്കുന്നത്? 10% കൂടിയേക്കുന്നത്. റേറ്റ് കിട്ടി. അപ്പൊ സിമ്പിൾ ഇൻട്രസ്റ്റിന്റെ സെയിം രീതിയിൽ തന്നെ ആയി. ഓക്കെ, വളരെ ഈസി ആയിട്ട് നമുക്കത് സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഓപ്ഷൻ ബി 10% എന്ന് വരും. ഓപ്ഷൻ ബി 10%.
അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. If the amount is 2.25 times of the sum after 2 years at compound interest, compounded annually, the rate of interest per annum is 25%, 30%, 45%, 50%. എമൗണ്ട് എന്ന് പറയുന്നത് 2.25 ടൈംസ് ആയി സമ്മിന്റെ 2 വർഷം കഴിഞ്ഞപ്പോ. അങ്ങനെയാണെങ്കിൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് പെർ ആനം എത്രയാണ്? റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എങ്ങനെയാ? ഒരു സം എക്സ് ടൈംസ് ആയെങ്കിൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിന്റെ ഷോർട്ട് കട്ട് എന്തായിരുന്നു? 100 into x to the power 1/t minus 1 ആണ്. ഓർമ്മയില്ലേ? റേറ്റ് കണ്ടുപിടിക്കാൻ ഒരു സം എക്സ് ടൈംസ് ആയി ഇൻ ടി ഇയേഴ്സിലാണെങ്കിൽ എക്സ് ടു ദ പവർ 1/t minus 1 ആണ്. 100 into x to the power 1/t minus 1. ഓക്കെ, ഇവിടെ എന്താ പറഞ്ഞത്? എത്ര ടൈംസ് ആണെന്ന് പറഞ്ഞത്? 2.25 ടൈംസ് ആണ്. 2 ഇയേഴ്സിലാണ്. അപ്പം 1/2. ഓക്കെ, അപ്പൊ സ്ക്വയർ റൂട്ട് ഓഫ് 2.25 ആണ്. 225ന്റെ സ്ക്വയർ റൂട്ട് എത്ര? 15 ആണ്. 15ന്റെ സ്ക്വയർ ആണ് 225. അപ്പൊ 2.25ന്റെ എന്ത് വരും? 1.5 എന്ന് വരും. 1.5 എന്ന് വരും. 100 into 1.5 minus 1. അപ്പൊ 0.5 എന്ന് വരും. 0.5 into 100 50% എന്ന് കിട്ടും. റേറ്റ് എത്ര കിട്ടും? 50% എന്ന് കിട്ടും. ഓക്കെ, അത് നമുക്ക് വളരെ ഈസി ആയിട്ട് ആ ഷോർട്ട് കട്ട് ട്രിക്ക് അറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യായിരുന്നു. R equal to 100 into x to the power 1/t minus 1. ഓക്കെ, അപ്പം എത്ര ടൈംസ് ആണ് നമുക്ക് തന്നിട്ടുണ്ട്? 2.25 ടൈംസ് ആണ്. അതിന്റെ സ്ക്വയർ റൂട്ട് എടുക്കുന്നതിന് എത്ര കിട്ടും? 1.5 എന്ന് കിട്ടും. 1.5 minus 1 0.5 എന്നായി. 0.5 into 100 50% എന്ന് കിട്ടും. ഓക്കെ, ഇതല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ മറ്റേ കൺസെപ്റ്റ് വെച്ചിട്ടും ചെയ്യാൻ പറ്റും. ഇപ്പൊ സപ്പോസ് പ്രിൻസിപ്പൽ 100 ആണെന്ന് അസ്യൂം ചെയ്യാം. എമൗണ്ട് എത്ര? 2.25 ടൈംസ് ആണ്. അപ്പൊ 225 എന്ന് കിട്ടും. ആഫ്റ്റർ 2 ഇയേഴ്സ് ആണ്. അപ്പൊ P is to amount after 2 years എന്ന് പറയുന്നത് 100 is to 225 ആണ്. അപ്പൊ P is to amount after 1 year എന്ന് കിട്ടും. ഇതിന്റെ സ്ക്വയർ റൂട്ട് ആണെന്ന് കിട്ടും. അപ്പൊ 10 15 എന്ന് കിട്ടും. 10 15 ആവണമെന്നുണ്ടെങ്കിൽ എത്രയാ ഇൻക്രീസ് ആകണ്ടേ? 8% 50% എന്ന് കിട്ടും. അങ്ങനെയും ചെയ്യാൻ പറ്റും. ഓക്കെ, ഈ ഷോർട്ട് കട്ട് ട്രിക്ക് അറിയത്തില്ല എന്നുണ്ടെങ്കിൽ മറന്നുപോയാൽ നമ്മുടെ ബേസിക് കൺസെപ്റ്റ് വെച്ചിട്ട് ഏതാണ് 2 ഇയർ റേഷ്യോ എന്ന് പറയുന്നത് അറിയാവുന്ന 1 ഇയർ റേഷ്യോ എന്താ? സ്ക്വയർ റൂട്ട് ആണ്. ആ ബേസിക് കൺസെപ്റ്റ് റേഷ്യോ നമുക്ക് കൺസെപ്റ്റ് അറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് അതും ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി. The compound interest on rupees 2,800 for 18 months at 10% per annum is. പ്രിൻസിപ്പൽ വന്നിട്ടുണ്ട് 2,800 ടൈം 18 മന്ത്സ് ആണ്. റേറ്റ് 10%. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ് കണ്ടുപിടിക്കാൻ. ഓക്കെ, ഓപ്ഷൻസ് ഏതൊക്കെയാ? 420, 434, 436.75, 441.35. 2,800 രൂപ 10% ഇൻട്രസ്റ്റ് വെച്ചിട്ട് 18 മാസം കഴിഞ്ഞ് എന്ത് കിട്ടും എന്നാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, അപ്പൊ ടൈം എന്ന് പറയുന്നത് ഇവിടെ എന്താണ് ശരിക്കും? 1 ഇയറും 1.5 ഇയർ ആണ്. 1/2 ആണ് വരുന്നത് അല്ലെ? 1.5 ഇയർ ആണ്. അപ്പൊ ഒരു ഫ്രാക്ഷനിലാണ് വന്നേക്കുന്നത്. അപ്പൊ ഫ്രാക്ഷൻ വന്നാൽ എങ്ങനെ ചെയ്യണം നമുക്ക് അറിയായിരുന്നു. ഇങ്ങനെയാണ് എമൗണ്ട് എന്ന് പറയുന്നത് എന്ത് വരും? P ഇൻറ്റു വാല്യൂ വെച്ചിട്ട് തന്നെ എഴുതാം. എമൗണ്ട് എന്ന് പറയുന്നത് 2,800 ഇൻറ്റു 1 പ്ലസ് റേറ്റ് എന്ന് പറയുന്നത് 10 ആണ്. 10/100. ആദ്യത്തെ വർഷത്തേക്ക് അത് തന്നെ. അടുത്ത വർഷം റേറ്റ് എന്താവും? റേറ്റ് 1/2 ആണ്. അപ്പൊ 1/2 ടൈംസ് 10 വരും. അപ്പൊ എന്ത് വരും? 5 എന്ന് വരും. ടൈം ഡബിൾ ചെയ്ത് ഹാഫ് എന്നുള്ളത് ഡബിൾ ചെയ്തു 1 ആയി. റേറ്റിനെ പകുതിയുമാക്കി. ഓക്കെ, ഇതിങ്ങനെ വെച്ചിട്ട് ചെയ്യാം. എന്നിട്ട് മൈനസ് പ്രിൻസിപ്പൽ ചെയ്യുന്നോണ്ടേ നമുക്ക് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കിട്ടും. അത് തന്നെ സോൾവ് ചെയ്തു. ഓക്കെ, നമുക്ക് അതല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? 1.5 വർഷത്തേക്കാണ് ചോദിച്ചേക്കുന്നത്. ഫസ്റ്റ് ഇയറിൽ നമുക്ക് റേറ്റ് പെർസെന്റേജ് എത്രയാണ്? 10 തന്നെയാണ്. റേറ്റിന് മാറ്റമൊന്നുമില്ല. 10% തന്നെയാണ് 1.5 വർഷത്തേക്കും. പക്ഷെ നമുക്ക് ഒരു ചേഞ്ച് വരുത്താൻ പറ്റുമല്ലോ. അപ്പൊ ഫസ്റ്റ് ഇയറിൽ നമുക്ക് 10% തന്നെ. അടുത്ത ഫുൾ വർഷത്തേക്ക് നമ്മൾ എടുത്തെന്ന് വിചാരിക്കാം. നമ്മൾ അര വർഷത്തേക്ക് മതിയായിരുന്നു, പക്ഷെ നമ്മൾ ഫുൾ വർഷത്തേക്ക് എടുത്തെന്ന് വിചാരിക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ റേറ്റ് നമുക്ക് എങ്ങനെ എഴുതാം? റേറ്റ് നമ്മൾ പകുതിയാക്കും. അപ്പൊ അടുത്ത വർഷം ഫുൾ ഉണ്ട് എന്ന് വിചാരിക്കാം. റേറ്റ് നമ്മളപ്പോ എന്താകും? 5%. അപ്പൊ ഇൻ എഫക്ട് സെയിം തന്നെ അല്ലേ? 10% 6 മാസത്തേക്ക്. അത് തന്നെയല്ലേ 1 വർഷത്തേക്ക് 5% എന്ന് പറയുന്നത്? അത്രേ ഉള്ളൂ. അപ്പം ഇനി നമുക്ക് എന്ത് ചെയ്താൽ മതി? 2 ഉള്ളൂ. 2 വർഷം എന്നുള്ള കൺസെപ്റ്റ് വരുന്നത്. അപ്പൊ എന്ത് എഫക്റ്റീവ് റേറ്റ് പെർസെന്റേജ് വെച്ചിട്ട് ചെയ്യാം. 10 + 5 + 10 × 5/100. അപ്പൊ എന്ത് കിട്ടും? 15.5% എന്ന് കിട്ടും. അപ്പൊ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 15.5% ഓഫ് 2,800 എന്ന് കിട്ടും. 2,800 എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ എന്ത് കിട്ടും? 434 എന്ന് കിട്ടും. 434. ഓപ്ഷൻ ഏതാ വരുന്നത്? ഓപ്ഷൻ ബി 434 എന്ന് കിട്ടും. 15.5% ഒക്കെ എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റുന്നത്? 15.5% 10% എന്ന് പറയുന്നത് നമുക്കറിയാം. 2,800 10% എത്രയാ? 280 ആണ്. 10% അറിയാമെങ്കിൽ 5% എത്രയാ? 10ന്റെ പകുതിയല്ലേ 5. അപ്പൊ 280ന്റെ പകുതി 140. ഓക്കെ, 5% അറിയാവുന്നുണ്ടെങ്കിൽ 0.5% കണ്ടുപിടിച്ചൂടെ? ഇതിനെ ഡിവൈഡ് ബൈ 10 ചെയ്താൽ മതി. 5/10 ചെയ്യുമ്പോഴല്ലേ 0.5 വരുന്നത്. അപ്പൊ ഇതാ ബൈ 10 ചെയ്യുമ്പോൾ
14 വരും. ഇതെല്ലാം കൂടെ കൂട്ടുന്നുണ്ട് എന്ത് കിട്ടും? 435. ഇതെല്ലാം മെന്റലി തന്നെ കാൽക്കുലേറ്റ് ചെയ്യപ്പെട്ടത്. 10% 280, 5% 140, 0.5 എന്ന് പറയുന്നത് 14, അപ്പൊ 434. അങ്ങനെ നേരെ ഡയറക്ട്ലി എഴുതിയത്. അപ്പൊ അങ്ങനെ പെർസെന്റേജ് ഫാസ്റ്റ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ പഠിക്കുക. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്പീഡ് വളരെയായിട്ട് ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. നമുക്ക് പെട്ടെന്ന് ആൻസറിലേക്ക് എത്താൻ പറ്റും. അപ്പൊ എഫക്റ്റീവ് റേറ്റ് പെർസെന്റേജ് വെച്ചിട്ടാണ് നമ്മൾ 2 ഇയേഴ്സ് വരെയുള്ള കേസിൽ നമ്മൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കുന്നത്. 1.5 ഇയർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കുഴപ്പമില്ല, എഫക്റ്റീവ് റേറ്റ് പെർസെന്റേജ് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് ഇയറിൽ ഒരു റേറ്റ് പെർസെന്റേജും അടുത്ത 6 മാസത്തേക്ക് വേറൊരു റേറ്റ് പെർസെന്റേജ് എന്നുള്ള രീതി. അതായത് 6 മാസം എന്നുള്ളത് 1 ഇയറിലേക്ക് ആക്കി റേറ്റ് നമ്മൾ പകുതിയാണ്. ഓക്കെ, ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ജനറൽ ആയിട്ട് ഫോർമുല വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് സെയിം ആൻസർ തന്നെ വരും. ഓക്കെ, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് 434 എന്ന് തന്നെ വരും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. എ സം ഓഫ് മണി ഡബിൾസ് ഇറ്റ്സെൽഫ് ഇൻ 4 years at compound interest. It will amount to 8 times itself at the same rate of interest in 18 years, 12 years, 16 years, 24 years. A sum of money doubles itself in 4 years at compound interest. It will amount to 8 times itself at the same rate of interest in 18 years, 12 years, 16 years, 24 years. ഒരു സമ്മ ഡബിൾ ആകും 4 ഇയേഴ്സിൽ, 8 ടൈംസ് ആകാൻ എത്ര നാൾ വേണമെന്നാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന്റെ കേസിൽ നമ്മൾ എന്താ പഠിച്ചേക്കുന്നത്? എക്സ് ടൈംസ് ആയി T1 ഇയേഴ്സിൽ, y ടൈംസ് ആയി T2 ഇയേഴ്സിലെങ്കിൽ x to the power 1/T1 എന്ന് പറയുന്നത് y to the power 1/T2 ആണ്. ഇത് നമ്മൾ പഠിച്ച ഷോർട്ട് കട്ട്. ഇത് വളരെ യൂസ്ഫുൾ ആണ്, ഇത് ഒരിക്കലും മറക്കരുത്, ഇത് വളരെ യൂസ്ഫുൾ ആണ്. ഓക്കെ, x to the power 1/T1 എന്ന് പറയുന്നത് y to the power 1/T2 ആണ്. ഓക്കെ, ഡബിൾ ആയി 4 ഇയേഴ്സിൽ, അപ്പൊ ഡബിൾ ആകുമ്പോൾ 2 എന്ന് എഴുതി, 2 to the power 1/4. 8 ടൈംസ് ആയി എത്ര വർഷം? T2 ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പൊ ഈ T2 ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇനി എന്ത് ചെയ്യും? ആലോചിച്ചിട്ട് നോക്കിയേ. 2 to the power 1/4 equal to 8 to the power 1/2. 2 ടൈംസ് ആയി ഡബിൾ ആയി 4 ഇയേഴ്സിൽ 8 ടൈംസ് ആയാൽ എത്ര വർഷം? ഓക്കെ, ഇവിടെ ബേസ് 2 ആണ്, ഇവിടെയും ബേസ് 2 ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇക്വേറ്റ് ചെയ്യാമല്ലോ. a raised to x equal to a raised to y ആണെന്നുണ്ടെങ്കിൽ x equal to y ആകണം. അപ്പൊ നമുക്കറിയാം a raised to x a raised to y ആണെന്നുണ്ടെങ്കിൽ x equal to y ആകണം. അപ്പൊ ഇവിടെ ബേസ് സെയിം ആക്കണം. അപ്പൊ 8 എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ എഴുതാം? 2 ക്യൂബ് എന്ന് എഴുതാം. അപ്പം 3/T2 എന്ന് കിട്ടി. ഓക്കെ, 3/8 എന്നുള്ളതിനെ 2 ക്യൂബ് എന്നാക്കി, അപ്പൊ എന്ത് കിട്ടും? 3/T2 എന്ന് കിട്ടി. അപ്പം 2 to the power 1/4 equal to 2 to the power 3/T2 ആണ്. അപ്പം ബേസ് സെയിം ആണ്. അപ്പൊ എന്ത് വരും? 1/4 equal to 3/T2 എന്ന് കിട്ടി. T2 എന്ന് പറയുന്നത് കിട്ടും 12 ഇയേഴ്സ് എന്ന് കിട്ടും. അതായത് 8 ടൈംസ് ആകാൻ വേണ്ടി 12 വർഷം എടുക്കും. വളരെ ഈസി ആയിട്ട് സോൾവ് ചെയ്യായിരുന്നു. ഓപ്ഷൻ ബി 12 ഇയേഴ്സ് എന്ന് കിട്ടി. അപ്പൊ ഒറ്റ ഷോർട്ട് കട്ട് ട്രിക്ക് അറിഞ്ഞാൽ മതി. അതിന് x to the power 1/T1 എന്ന് പറയുന്നത് y to the power 1/2. x ടൈംസ് ആയി T1 ഇയേഴ്സിൽ, y ടൈംസ് ആയി T2 ഇയേഴ്സിൽ. അപ്പൊ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ x to the power 1/T1 equal to y to the power 1/T2. അത് വെച്ചിട്ട് നമുക്ക് T2 എന്നുള്ളത് 12 ഇയേഴ്സ് എന്ന് കിട്ടും. 12 ഇയേഴ്സ്, ഓപ്ഷൻ ബി 12 ഇയേഴ്സ് എന്ന് കിട്ടും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. A sum of money becomes 8 times of itself in 3 years at compound interest. The rate of interest per annum is 100%, 80%, 20%, 10%. A sum of money 8 മടങ്ങായി, 8 ടൈംസ് ആയി 3 വർഷം കൊണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് പെർ ആനം എത്രയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് പെർ ആനം. ഓക്കെ, 8 ടൈംസ് ആയി, 8 ടൈംസ് ആയി 3 വർഷം കൊണ്ട്. ഒരു എമൗണ്ട് ഇട്ടത് 8 മടങ്ങായി 3 വർഷം കൊണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എത്രയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എത്രയാണ്? റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എങ്ങനെ കണ്ടുപിടിക്കുന്നത്? റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 100 into x to the power 1/t minus 1. ഓക്കെ, 8 ടൈംസ് ആയി 3 ഇയേഴ്സിൽ. ഓക്കെ, ഇപ്പൊ ക്യൂബിക് റൂട്ട് ഓഫ് 8 ആണ്. ക്യൂബിക് റൂട്ട് ഓഫ് 8 എന്ന് പറയുന്നത് 2 ആണ്. 2 minus 1 1 തന്നെ വരും. റേറ്റ് എത്ര കിട്ടും? 100% എന്ന് കിട്ടും. നമ്മൾ പഠിച്ച ഷോർട്ട് കട്ട് ഡിഫറൻസ് ബിറ്റ്വീൻ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് സിമ്പിൾ ഇൻട്രസ്റ്റ് ഓവർ 2 ഇയേഴ്സ് PR²/100² ഓവർ 3 ഇയേഴ്സ് PR²/100² into R/100 plus 3. റേറ്റ് കണ്ടുപിടിക്കാൻ എക്സ് ടൈംസ് ആണ് T ഇയേഴ്സിലെങ്കിൽ R equal to 100 into x to the power 1/T minus 1. നേരത്തെ ചെയ്ത ക്വസ്റ്റ്യൻ എക്സ് ടൈംസ് ആയി T1 ഇയേഴ്സിൽ, y ടൈംസ് ആയി T2 ഇയേഴ്സിൽ. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ x to the power 1/T1 equals y to the power 1/T2. ഇത്രയും ഷോർട്ട് കട്ടിലേക്ക് ഷോർട്ട് കട്ട്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്, അത് പഠിച്ചു വെച്ചേക്കുക. ഓക്കെ, റേറ്റ് എന്ന് പറയുന്നത് 100 into x to the power 1/T minus 1 എന്ന് വരും. 8 ടൈംസ് ആയി 3 ഇയേഴ്സിൽ. അപ്പൊ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പൊ റേറ്റ് എന്ന് പറയുന്നത് 100% എന്ന് കിട്ടും. 100%. ഓപ്ഷൻ ഏതാ വരുന്നത്? ഓപ്ഷൻ എ 100% എന്ന് വരും. ഓക്കെ, ഇത് നമുക്ക് നമ്മുടെ കൺസെപ്റ്റിന്റെ സംഭവം വെച്ചിട്ടും ചെയ്യാൻ പറ്റുമായിരുന്നു. അതായത് പ്രിൻസിപ്പലും എമൗണ്ടിന്റെയും റേഷ്യോ വെച്ചിട്ട് 3 റേഷ്യോ വെച്ചിട്ട് അതും ചെയ്യായിരുന്നു. അത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. സപ്പോസ് പി എന്ന് പറയുന്ന 1 ആണെന്ന് വിചാരിക്കുക. എമൗണ്ട് ആഫ്റ്റർ 3 ഇയേഴ്സ് എന്ന് പറഞ്ഞാൽ 8 ടൈംസ് തന്നിട്ടുണ്ട്. അപ്പം P/A3, അതായത് 3 ഇയർ റേഷ്യോ എന്ന് പറഞ്ഞാൽ 1:8 എന്ന് കിട്ടി. അപ്പൊ 1 ഇയർ റേഷ്യോ എന്ത് കിട്ടും? ഇതിന്റെ ക്യൂബിക് റൂട്ട് ആണ് 1:2 എന്ന് കിട്ടും. അപ്പൊ 1:2 ആണെന്നുണ്ടെങ്കിൽ നേരെ ഡബിൾ ആയി. അപ്പൊ എത്ര ശതമാനമാണ് ഇൻക്രീസ്? 100%. ഇങ്ങനെയും ചെയ്യാൻ പറ്റും. ഓക്കെ,
ആ കൺസെപ്റ്റ് അറിയാന്നുണ്ടെങ്കിൽ ആ ഷോർട്ട് കട്ട് അറിയത്തില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. എന്ത് ചെയ്തു, നമുക്ക് നമ്മുടെ കൺസെപ്റ്റ് വെച്ചിട്ട്, അതായത് 2 ഇയർ റേഷ്യോ അറിയാമെങ്കിൽ 1 ഇയർ റേഷ്യോ സ്ക്വയർ റൂട്ട് ആണ്, 3 ഇയർ റേഷ്യോ അറിയാമെന്നുണ്ടെങ്കിൽ 1 ഇയർ റേഷ്യോ എന്ന് പറയുന്നത് എന്താ, ക്യൂബിക് റൂട്ട് ആണ്. അപ്പൊ 1:8 എന്നുള്ളതിന്റെ ക്യൂബിക് റൂട്ട് എടുത്ത് 1:2 എന്ന് കിട്ടി. 1 2 ആകണം. അപ്പൊ എത്ര, 100% ഇൻക്രീസ് ആണ്. അപ്പൊ റേറ്റ് എന്ന് പറയുന്നത് 100% എന്ന് കിട്ടും. ഓക്കെ, ഓപ്ഷൻ എ എന്ന് കിട്ടും. ഓപ്ഷൻ എ. അടുത്ത നോക്കിയാൽ ഡിഫറൻസ് ബിറ്റ്വീൻ സിമ്പിൾ ഇൻട്രസ്റ്റ് ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഓൺ റുപ്പീസ് പി അറ്റ് 8% per annum in 2 years is. ഡിഫറൻസ് ബിറ്റ്വീൻ സിമ്പിൾ ഇൻട്രസ്റ്റ് ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഓൺ റുപ്പീസ് പി അറ്റ് 8% per annum in 2 years is. ഓപ്ഷൻ എ റുപ്പീസ് പി ആർ ബൈ 100. ഓപ്ഷൻ ബി റുപ്പീസ് 2 PR by 100. ഓപ്ഷൻ സി റുപ്പീസ് PR സ്ക്വയർ ബൈ 100. ഓപ്ഷൻ ഡി റുപ്പീസ് PR സ്ക്വയർ ബൈ 100 സ്ക്വയർ. ശ്രദ്ധിച്ച് അത് നോക്കുക, എല്ലാം സിമിലർ ആയിട്ടൊക്കെ തോന്നുന്നു. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഡിഫറൻസ് ബിറ്റ്വീൻ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആൻഡ് സിമ്പിൾ ഇൻട്രസ്റ്റ് ഓവർ 2 ഇയേഴ്സ് എന്ന് പറയുന്നത് എന്താണ് പറഞ്ഞേ, PR സ്ക്വയർ ബൈ 100 സ്ക്വയർ ആണ്. PR സ്ക്വയർ ബൈ 100 സ്ക്വയർ ആണ്. ഓപ്ഷൻ ഡി എന്ന് വരും. ഓപ്ഷൻ ഡി. 3 ഇയേഴ്സ് ആണെങ്കിൽ എന്ത് വരും, ഇത് ഇൻറ്റു ഒരു R by 100 പ്ലസ് 3 എന്ന് വരും. ഓക്കെ, അത് രണ്ടും പഠിച്ചിരിക്കുക, വളരെ ഇമ്പോർട്ടന്റ് ആണ്. പ്രോബ്ലംസും അത് വെച്ചിട്ട് വരുന്നതാണ്. ഓക്കെ, PR സ്ക്വയർ ബൈ 100 സ്ക്വയർ എന്ന് വരും. ഓക്കെ, പി ആണ് പ്രിൻസിപ്പൽ, 8% per annum ആണ്. 2 വർഷം കഴിയുമ്പോൾ ഇതിന്റെ ഡിഫറൻസ് ബിറ്റ്വീൻ സിമ്പിൾ ഇൻട്രസ്റ്റ് ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഓവർ 2 ഇയേഴ്സ് PR സ്ക്വയർ ബൈ 100 സ്ക്വയർ ഓവർ 3 ഇയേഴ്സ് PR സ്ക്വയർ ബൈ 100 സ്ക്വയർ ഇൻറ്റു R by 100 പ്ലസ് 3. ഓക്കെ, അപ്പൊ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, അത് പഠിച്ചു വെച്ചേക്കാം. ഓക്കെ.